ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ വിചാരിക്കാത്തക്കാട്ടും നല്ലതിൽ പോയി. കാരണം ഞാൻ ചാനൽ തുടങ്ങിയ 1-ാം തീയതിയാണ് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 72 സബ്സ്ക്രൈബേഴ്സും ഒരു 133 വ്യൂസും ആ വീഡിയോക്ക് കിട്ടി. പക്ഷേ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ അങ്ങനെയൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ആകെ 12 സബ്സ്ക്രൈബേഴ്സും 2-3 വ്യൂസൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ചാനലാണ് നമുക്ക് 12Kയിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാനലിൽ ഞാൻ വിചാരിക്കുന്ന എന്താ പറയുക, ഞാൻ മനസ്സ് കാണുന്നേക്കാട്ടും കുറച്ചും കൂടി ഒരു ഗ്രോത്തിലാണ് പോണത്. എന്തായാലും സന്തോഷം. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഇങ്ങനെ വീഡിയോ ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും എന്നും വീഡിയോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇടണമെന്ന് തീരുമാനിച്ച കാര്യം. പക്ഷെ എനിക്ക് ഇന്നിടാൻ വീഡിയോ ഒന്നുമില്ല, കണ്ടല്ലൊന്നുമില്ല. ഞാൻ ക്ലാസ് പോകണത് കൊണ്ട് നമുക്ക് അങ്ങനെ ഡെയിലി വീഡിയോ ഇടാൻ പുറത്ത് പോകാനും കാര്യങ്ങളൊന്നും കഴിയൂല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ നടക്കുന്ന സംഭവങ്ങൾ അപ്പം ഞാൻ ഒരുവിധം ആഴ്ചയിൽ ഒരു 4 ദിവസം എന്തായാലും നടക്കുന്ന സംഭവമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ഇടാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഒരു മിനിറ്റ്, ഒരാൾ എടുത്തിട്ട് അങ്ങനെ അല്ലാതെ ചോദിച്ചിട്ട് ഒരാൾ വന്നതാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ അതാണ് പെട്ടെന്ന് നമ്മൾക്ക് മറവി സംഭവിക്കും. അങ്ങനെ നമ്മൾ ആഴ്ച 4 ദിവസം 4-5 ദിവസമൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. ആകെ 7 ദിവസമല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരുവിധം ദിവസങ്ങളൊക്കെ നടക്കുന്ന സംഭവമാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ വേഗം ഞാൻ വരുന്ന സമയത്ത് വിളിക്കും. അപ്പോൾ ഞാൻ പറയും എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ എവിടെയാണ് ഉള്ളത് വെച്ചാൽ അവിടെ ഇന്ന സ്ഥലത്തുണ്ട് പറയും. അപ്പോൾ ഞാൻ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടോ വരുമോ എന്ന് ചോദിക്കും. അപ്പം വരുന്ന കൂട്ടി വീട്ടിലാക്കും, അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഈവനിങ് ഒന്ന് കറങ്ങാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇപ്പം എന്താ വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല. അപ്പം ഞാൻ വിളിച്ചു എവിടെ, ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇന്നൊന്ന് വീട്ടിലാക്കി തരണം കേട്ടോ എന്ന്. അപ്പം വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇവിടെ എത്താതെ മൂപ്പര് വീട്ടിലെത്തൂല. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്ന് ഇവിടെ അങ്ങനെ ഇരിക്കും. കുറച്ച് നേരം ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഫീലിങ്സൊക്കെ ഒന്ന് ഇതാവും. നമുക്ക് എന്തെങ്കിലും സാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ശാന്തമായ സ്ഥലമാണല്ലോ. അപ്പം നമുക്കൊരു ശാന്തത കിട്ടും. അങ്ങനെ ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കും. അപ്പോൾ ഇപ്പം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ന സ്ഥലത്തുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിക്ക് അവിടെ ഉണ്ടാവുമെന്ന്, ഞാൻ അപ്പം വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം വരും. 1 മണിക്ക് പോയതിനി. അപ്പം പണി കഴിഞ്ഞ് ഡയറക്റ്റ് ഇവിടേക്ക് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചാർജർ കൊണ്ടുപോയി കോളേജിൽ. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. രാവിലെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഞാൻ അഥവാ ഓഫായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു ഭാഗ്യത്തിനടുത്ത് ടൈം പിടിച്ച് അപ്പം ഞാൻ ഫോണൊക്കെ ചാർജിലിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏട്ടനും വന്ന് അതിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം വരും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏട്ടൻ പോയി, ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നോക്കാം. ഫോണ് കുറച്ചും കൂടെ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഞാനിവിടേക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ, ഈ കിളികളെ സൗണ്ട്. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള സൗണ്ടുകളൊക്കെ ഇല്ലേ, ചില സൗണ്ട് കേൾക്കും. പിന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഈ ചെടീൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഈ ഓന്തൊക്കെ ഇങ്ങനെ ചാടിപ്പോവും, തവളാതൊക്കെ. അപ്പോൾ എനിക്കൊരു പേടിയാണ്. പിന്നെ അധികം ആൾക്കാരൊന്നും അങ്ങനെ, വീടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ആൾക്കാരൊന്നും അങ്ങനെ വരാത്തതുകൊണ്ട് ഒരു പേടി. അപ്പം എന്താ ഞാൻ എന്തൊക്കെയോ പറയണം വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോസ് ഉണ്ടാവുക. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ചില ഭയങ്കര സങ്കടം, പഴയ ചാനലും 12K ഉണ്ടായിട്ട് പുതിയ ചാനലിൽ 72 അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയണമല്ലോ അല്ലേ, എനിക്ക് ഭയങ്കര സങ്കടം. അത് എന്തായാലും നമുക്ക് ഉയർത്തി എണീപ്പിക്കാമല്ലോ. നമ്മൾ ആദ്യം എങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളിലേക്ക് പോകും. നമ്മൾ ആദ്യം എങ്ങനെ തുടങ്ങിയപ്പോൾ 12 ആൾക്കാർ വെച്ചിട്ട് 12K വരെ നമ്മൾ എത്തിച്ചു. പിന്നെയാണോ ഇപ്പോൾ 72 ആൾക്കാരുണ്ട്. 72 ആൾക്കാർ നമുക്ക് 72K വരെ നമ്മൾ എത്തിക്കും, എത്തും. അപ്പം എന്താ, അപ്പം എന്നിടം വരട്ടെ. ഓക്കെ, ചാർജ് ചെയ്യട്ടെ. ബൈ. ഈ മല കണ്ടോ, ഈ മലേൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആളെ കണ്ടീനി, ഇപ്പം ആളെ കാണില്ല. ചിലപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ട് പോയിട്ടുണ്ടോ. ഇതാണ് ശരിക്കും ഒറിജിനൽ ഈ മല. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇറങ്ങി വരുന്നത് എവിടെ എത്തിയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ കണ്ടീനി. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞോ? ഒരു അഡ്രസ്സും ഇല്ല. വരുന്ന കണ്ടീനി.
അപ്പം അമ്മക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് പോവാം. ഓക്കെ. അപ്പം ഞാൻ വന്ന് കണ്ട് സംസാരിച്ച്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സംസാരിച്ച് ഇതാ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ പോകുന്ന അപ്പത്തേക്ക് എന്നോട് നിർത്തി ആരോടോ സംസാരിക്കാൻ പോയി. നമ്മളിങ്ങനെ നടക്കുകയെല്ലാം വരും. പക്ഷേ ആരോ കണ്ടു. ഇപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞു പോയി. എല്ലാവർക്കും ഉള്ള സ്വഭാവമായിരിക്കില്ലേ ഇങ്ങനെ സംസാരിക്കാൻ പോക്ക് കാണുമ്പോഴത്തേക്ക്. ഭാര്യമാരുടെ സ്വഭാവം പുറത്ത് വരുന്നുണ്ടല്ലേ. പക്ഷേ തിരിക്കുന്നുണ്ട്. ഓരെന്താ സംസാരിച്ചെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയാ ഒരു പറഞ്ഞേ? ആ വെള്ള ഷർട്ട് കൊണ്ടിട്ടേട്ടെ നമ്മളെ കോൺഗ്രസിന്റെ പരിപാടിയല്ലേ? ഓ, കോൺഗ്രസിന്റെ പരിപാടി. അപ്പൊ കറുപ്പ് മെറൂൺ ഷർട്ട് ഇട്ട് ചെങ്ങായി എന്താ പറഞ്ഞേ? ആ ബാലനായ വൈറ്റും പറഞ്ഞ് മറ്റൊന്നും പറഞ്ഞു. ഞാൻ വിശദവിവരങ്ങളൊക്കെ എനിക്ക് ചോദിച്ചറിയണം. എന്നിട്ട് എന്താണ് കാര്യങ്ങളാണ് എനിക്ക് സമാധാനം. വണ്ടിയുടെ മോളാണ്. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇന്നിപ്പോൾ എൻ്റെ ഒരു ഏനാന്തത്തിന് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പം നമ്മളിവിടുത്തെ പീടിയിൽ നിന്ന് ചായ കൂട്ടാനൊക്കെ മേടിച്ച് പോവുക. ശരിക്കും കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ എന്ന് കുറച്ച് നേരം വൈകി. ഓൻ വരാൻ കുറച്ച് നേരം വൈകിയപ്പം നേരം വൈകി. അപ്പോൾ വേറൊരു ദിവസം വേറെന്തൊക്കെയാ പരിപാടി എന്നൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് മെലിഞ്ഞ് ബോഡി ഷേമിങ് നടത്തരുതെന്നാ, പക്ഷെ നടത്തിപ്പോവും കേട്ടോനെ. ഭയങ്കര സ്നേഹ. എന്ത് തിന്നാണെങ്കിലും കുറച്ച് കൊണ്ട് തരും. ഇപ്പം നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ വാങ്ങിയാലേ, ചോറ് ഉച്ചക്ക് ചോറ് വാങ്ങി ഇപ്പം വരുമ്പോൾ ഉണ്ട് ഒരു പൊതി. അപ്പം ഞാൻ എന്താനിട്ട പൊതി ഉച്ചക്ക് ചോറ് തന്നെ ബാക്കിയായിരുന്നു. ഭയങ്കര സ്നേഹ. നമുക്ക് മെലിഞ്ഞ ഒരു കോലായിരിക്കും. നമുക്ക് കോലം നരച്ച് പ്രായം കൂടുതലല്ലേ, മെലിയുന്നതിന് എന്തെങ്കിലും ഉണ്ടോ നോക്കി. പക്ഷെ ഞാൻ എന്ത് സാധനം കൊടുത്താൽ തിന്നൂല. അതെന്തങ്ങനെ? പക്ഷെ എന്നും ചോറ് വാരി കൊടുക്കണം, നല്ല ഇതാവുള്ളൂ. സ്വയം ചോറ് തിന്നൂല. വല്ലപ്പോഴും തിന്ന് കഴിഞ്ഞാലും പിന്നെ നമ്മൾ തിന്നാണെങ്കിൽ നമ്മുടെ അടുത്ത് മക്കളിരിക്കുന്ന പോലെ വന്നിരിക്കും. അങ്ങനത്തെ ചെറിയ പരിപാടികൾ. അപ്പം ഓക്കെ. ഈ കാലത്ത് ഈ ഫോണും കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഫോൺ എന്തോ ഇപ്പം അവിടെ നിൽക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞടോ. എവിടെ പോയാ? വീട്ടിൽ പോയാ? വീട്ടിൽ പോയി. കഴിക്കാതെ തിന്ന എനിക്ക് വിശക്കുന്നു. അപ്പം എനിക്ക് വിശക്കുന്നു. ഇതിപ്പോൾ അതാ തിന്നട്ടോ. ഇതെങ്ങനെ ചെറുതായി പോന്നെ? നിങ്ങളൊക്കെ ഹൈറ്റ് ഉണ്ട്. ഞാൻ ഉണ്ടോ? ഓക്കെ. ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് ഹൈറ്റ് മുകളിലോട്ടല്ലേ? നിങ്ങളെക്കാട്ട് ഹൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടല്ലേ, താഴോട്ടല്ലല്ലോ? എല്ലാം പോകുന്നു ഗൈസ്, എല്ലാം പോകുന്നു ഗൈസ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡല്ലേ? മലയാളത്തിൽ എന്താ പറയാ? ഉയരം. ഉയരം. ഉയരം എന്ന് പറഞ്ഞാല് മുകളിലോട്ടല്ലേ? യെസ്.
ആർക്കായിട്ടുള്ള എനിക്ക് എനിക്ക് അങ്ങനെയാ നിങ്ങളെക്കാട്ട് ഹൈറ്റ് എന്തായാലും എനിക്കാണ്. അപ്പം വീടെത്തി ഗൈസ്, വീടെത്തി. അപ്പോൾ ഇതാണ് 4 മണിക്ക് ക്ലാസ് വിട്ട് ഞാൻ വീട്ടിലെത്തുന്നത്. അല്ല, 3:45 ക്ലാസ് നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലെത്തുന്നത് 5:35. ഓക്കെ, കഴുങ്ങിനെ വേളോട്ടാ നോട്ടം ഉണ്ടാവുക. കഴുങ്ങും തെങ്ങും. പോട്ടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. സൂര്യൻ്റെ അസ്തമയം തടിപ്പിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ട് പറഞ്ഞു തരണേ. നല്ലോണം മെലിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിപ്സ് പറഞ്ഞു തന്നെ. കേട്ടോ പുച്ഛഭാവം. അപ്പം എന്താ പറയാ, അപ്പോൾ ഇതാണ് എൻ്റെ കൈപ്പാട്ട. കൈപ്പാട്ടല്ല വെള്ളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, സി യു. ഷർട്ട് എന്നാ കൂരി പോരുന്ന.